ടി.ജി. നന്ദകുമാറുമായുള്ള ബന്ധത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ ബി.ജെ.പിയിൽ പടയൊരുക്കം. ശോഭയെ പരസ്യമായി തള്ളി സംസ്ഥാന സെക്രട്ടറി പി. രഘുനാഥ് രംഗത്ത് വന്നു. ബി.ജെ.പിയിലേക്ക് ആളെ ചേർക്കുന്നത് ദല്ലാളുമാരെ വച്ചല്ല എന്നാണ് രഘുനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, കാര്യമായ രീതിയിൽ അങ്ങനെ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു നീക്കം പാർട്ടിക്കുള്ളിൽ ഉണ്ടോ? അപ്പോൾ ഈ പി. രഘുനാഥൊക്കെ അടുത്ത ഘട്ടത്തിൽ വന്ന ആളുകളാണല്ലോ. അല്ലാതെയുള്ള മുതിർന്ന നേതാക്കൾക്കിടയിലും ഇത്തരത്തിൽ ശോഭാ സുരേന്ദ്രനെതിരായ ഒരു ചർച്ചകളോ മറ്റോ നടക്കുന്നുണ്ടോ? ദിനേശ്, കോഴിക്കോട് നിന്നുള്ള മുതിർന്ന നേതാവാണ് പി. രഘുനാഥ്. ഇത്തരത്തിൽ പരസ്യമായി ഒരു പോസ്റ്റ് ഇട്ടു എന്നതിൻ്റെ അർത്ഥം തന്നെ അതിൽ വളരെ വ്യക്തമാണ്. അതായത് വി. മുരളീധര പക്ഷത്തിൻ്റെ കൃത്യമായ നിലപാട് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് മുരളീധര പക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് പി. രഘുനാഥിൻ്റെ പോസ്റ്റിൽ പറയുന്നത് ശോഭാ സുരേന്ദ്രനെതിരായ പാർട്ടിയിലെ പടയൊരുക്കം തന്നെയാണ്. അതിൽ പറയുന്നത് വളരെ വ്യക്തമാണ്. ദല്ലാളുമാർ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാനാകില്ല. അടുത്ത വാക്കുകളാണ് പ്രധാനം. ഇത്തരം കളങ്കിത കൂട്ടുകെട്ട് പൊതുപ്രവർത്തകർക്ക് ഭൂഷണമല്ല. ബി.ജെ.പിയിൽ ആളെ ചേർക്കുന്നത് ദല്ലാളുമാരെ വച്ചല്ല. ഇവിടുത്തെ വിഷയം ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് ഇ.പി. ജയരാജനെ കൊണ്ടുവരുന്നതിന് ദല്ലാൽ നന്ദകുമാർ വഴി ചില കൂടിക്കാഴ്ചകളെല്ലാം നടത്തിയതിൻ്റെ വിവരങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ കാര്യം പിന്നീട് ശോഭാ സുരേന്ദ്രൻ തന്നെ ശരിവയ്ക്കുന്നു. ഇ.പി. ജയരാജനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ദേശീയ നേതൃത്വത്തിൻ്റെ അറിവോടെ താൻ ചരട് വലിച്ചു, കൂടിക്കാഴ്ചകൾ നടത്തി, മൂന്ന് കൂടിക്കാഴ്ചകൾ നടത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അപ്പോൾ ഈ ഘട്ടത്തിലാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയല്ല ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യങ്ങൾ ചെയ്തത്. ശരി പ്രശാന്ത്, എന്തായാലും ശോഭാ സുരേന്ദ്രൻ, ഇ.പി. ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ ഇങ്ങനെയുള്ള പേരുകൾ നിറഞ്ഞു നിൽക്കുന്ന കൂടിക്കാഴ്ച വിവാദമാണ്. അത് എല്ലാ പാർട്ടിയിലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ബി.ജെ.പിയിൽ ഏതൊക്കെ ചർച്ചകളിലേക്കും പരസ്യ പ്രതികരണങ്ങളിലേക്കും നേതാക്കൾ പോയേക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.